കോഴിക്കോട് ജില്ലയിൽ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. പല ഹോട്ടലുകളുടെയും ഷട്ടറുകൾ ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു. കോഴിക്കോട് ബീച്ചിന് സമീപത്ത് നിന്ന് വർഷ ഗിരീഷ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് വർഷ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിന് സമീപത്തുള്ള ശ്രീ വെങ്കിടേഷ് ലഞ്ച് ഹോമിലാണ്. ഇവിടെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഇപ്പോഴും വലിയ വിലയിൽ കരിഞ്ചന്തയിൽ ഗ്യാസ് വാങ്ങിയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഇതുവരെ ഇവിടെ LPG എത്തി തുടങ്ങിയിട്ടില്ല. കേരള LPG സപ്ലൈ ടാക്കർ വഴി പല ജില്ലകളിലും ഈ ഹോട്ടലുകളിൽ LPG എത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി കോഴിക്കോട് അത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? കുറേ വിറകിലും വല്ലപ്പോഴും കിട്ടുന്ന IOC സിലിണ്ടറൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ഐറ്റം കുറയ്ക്കേണ്ട അവസ്ഥ വന്നു. കാരണം സ്ഥിരമായിട്ട് ഗ്യാസ് കത്തി നിൽക്കേണ്ട ഐറ്റങ്ങളൊക്കെ കുറച്ച് 4-5 ഐറ്റമുള്ള ഉച്ചയ്ക്ക് ഊണില്ല ഒരു 10 ദിവസമായിട്ട്. ഊണ് കറികൾക്ക് ഉണ്ടാക്കേണ്ട ഒക്കെ വ്യത്യസ്ത അടുപ്പുകളൊക്കെ ഗ്യാസാണ്. ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല. കാരണം ടൗണിലുള്ള ഒരുവിധം ഹോട്ടലുകളിലൊക്കെ ഈ പ്രശ്നമുണ്ട്. ഞങ്ങളും അതിൽ ഇതുണ്ട്. ചെറിയ തോതിൽ വിറക് ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ ചായ, ഒരു തരം ചായയുള്ളൂ. ചായ അത് ചൂടാക്കി കൊടുക്കുക എന്നുള്ളൂ. അതിൽ വിത്തൗട്ട് ചായ ഇത്രയും മാത്രമേ ഉള്ളൂ. പലതരത്തിൽ ചായ കൊടുക്കാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. നഗരത്തിലായതുകൊണ്ട് വിറകടുപ്പ് ഉപയോഗിക്കുന്ന പ്രതിസന്ധി ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും നഗരത്തിൽ ഒന്നാമത് ഈ ഫുഡ് സേഫ്റ്റി നിയമങ്ങൾ വന്ന ശേഷം അടുക്കളകൾ വൃത്തിയായിട്ട് വെക്കണം എന്നുള്ളവരുണ്ട്. പലരും ഗ്യാസിലേക്ക് മാറി പണ്ടേ തന്നെ 2015 ശേഷം. അപ്പോൾ പാത്രം കരി പിടിക്കരുത്, അതേപോലെ പുക, ചുമരുകളൊക്കെ വൃത്തികേടാവുക, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരുവിധം എല്ലാ അടുക്കളകളും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നേരെ തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇൻഡക്ഷൻ അടുപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്? ഇല്ല, ഇൻഡക്ഷൻ കറണ്ടിൻ്റെ ബില്ല് മേടിച്ചിട്ട് ഇൻഡക്ഷൻ ഉപയോഗിക്കുന്നില്ല. അതാണ് SKN. എങ്ങനെ നോക്കിയാലും പ്രതിസന്ധിയാണ്. വിറകടുപ്പ് ഉപയോഗിക്കാൻ പ്രതിസന്ധിയുണ്ട്. ഇനി ഇൻഡക്ഷൻ അടുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുമെന്നുള്ള ഭയവും കടഉടമകൾക്കുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധി കോഴിക്കോട് ജില്ലയിൽ തുടരുകയാണ്. മിക്ക ഹോട്ടലുകളെയും അവസ്ഥ ഇത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല വർഷ ഗിരീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.